മാപ്പിളപ്പാട്ട് ഗാനങ്ങളിലൂടെയും ആൽബം സോങ്സുകളിലൂടെയും ജനപ്രിയനായ ഗായകനാണ് സലീം കോടത്തൂർ. അദ്ദേഹം എഴുതി ആലപിച്ച ഗാനങ്ങൾ പാടാത്ത മലയാളികൾ കുറവാണ്. ഒരു കാലത്ത് ഗായകൻ എന്ന രീതിയിലായിരുന്നു ആരാധകരെങ്കിൽ ഇപ്പോൾ ഹന്നമോളുടെ ഉപ്പ എന്ന രീതിയിലാണ് സലീം കോടത്തൂരിനെ ആളുകൾ സ്നേഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഉപ്പയും മകളുമാണ് സലീം കോടത്തൂരും മകൾ ഹന്നയും. മരണത്തിൻ്റെ വക്കിൽ നിന്നും താൻ രക്ഷിച്ചെടുത്ത കുഞ്ഞാണ് ഹന്നയെന്ന് പലപ്പോഴായി സലീം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ഒരു സ്പെഷ്യൽ ബോണ്ടാണ്. ഉപ്പയില്ലാതെ മകളും മകളില്ലാതെ ഉപ്പയ്ക്കും ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ഇപ്പോഴിതാ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വിശേഷങ്ങൾ പങ്കിടുകയാണ് സലീം കോടത്തൂരും മകളും. തനിക്കൊരു വിഷമം ഉണ്ടായി എന്ന് താൻ പറഞ്ഞില്ലെങ്കിലും മകൾ ശബ്ദം വഴി മനസ്സിലാക്കിയെടുക്കുമെന്ന് സലീം പറയുന്നു. മോള് LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രാമില്ലാതെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് പോയി അവളെ കൂട്ടിക്കൊണ്ടു വരുമായിരുന്നു. ഇപ്പോൾ മോൾ ഫസ്റ്റ് ട്രിപ്പിന് പോയാൽ ലാസ്റ്റ് ട്രിപ്പിനാണ് തിരികെ വരിക. അതുവരെ കാത്തു നിൽക്കാതെ 3:45 ഞാൻ തന്നെ പോയി എടുത്തുകൊണ്ട് വരും. ഇപ്പോൾ 6ാം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്. മോൾ എൻ്റെ കൂടെയാണ് ഉറങ്ങാറ്. 20 വയസ്സ് കഴിയുമ്പോൾ മാറിക്കിടക്കുമെന്നാണ് അവൾ പറയാറുള്ളത്. മോള് തന്നെ സ്വയം എടുത്ത തീരുമാനമാണ്. വയസ്സറിയിച്ച സമയത്ത് ഹന്നമോൾ ഒരുപാട് കരഞ്ഞു. ഇനി നിങ്ങളുടെ കൂടെ എന്നെ കിടത്തില്ലേ എന്ന് ചോദിച്ചിട്ടായിരുന്നു കരഞ്ഞത്. ഞങ്ങളുടെ കണ്ണിൽ ഇപ്പോഴും ഹന്നമോൾ ചെറിയ കുട്ടിയാണ്. അവൾക്ക് എന്ത് തോന്നുന്നുവോ അന്ന് അവൾ മാറിക്കിടക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. മറ്റ് 2 മക്കളോടും അധിക സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ ഹന്നമോൾക്ക് ഫീലാകും. അവർക്ക് ഉമ്മ കൊടുക്കണമെങ്കിൽ അതിനു മുൻപ് ഹന്നമോളോട് അനുവാദം ചോദിക്കണം. അതെൻ്റെ ഭാര്യയോടും ഹന്നമോൾ പറയും. നിങ്ങൾക്ക് ഉപ്പയുടെ മേലൊരു അവകാശവുമില്ലെന്ന്. എൻ്റെ ഏറ്റവും വലിയ ഫാൻ ഹന്നമോൾ തന്നെയാണ്. എനിക്ക് പ്രായമായി എന്ന് ആരെങ്കിലും പറയുന്നത് മോൾക്ക് സങ്കടമാണ്. എൻ്റെ താടി നരയ്ക്കുന്നതൊന്നും മോൾക്കിഷ്ടമല്ല. അവൾക്ക് ടെൻഷനാണ്. കണ്ടുപിടിക്കും. കറുപ്പിക്കാനും കട്ട് ചെയ്യാനും ഒക്കെ പറയും. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എന്നെ ഹന്നമോൾ വിളിക്കും. ഞാൻ ദൂരേക്ക് പ്രോഗ്രാമിന് പോകുമ്പോൾ ഇപ്പോഴും മോള് കരയും. 2 ആഴ്ച മുമ്പ് ഒരു സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കെ എനിക്ക് ഷോക്കടിച്ചു. CPR ഒക്കെ തന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ സമയത്ത് മോൾ എന്നെ വിളിച്ചു. അവളോട് സംഭവം ഞാൻ പറഞ്ഞില്ല. പക്ഷേ എൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മോൾക്ക് മനസ്സിലായി. അവൾ ഭാര്യയോട് പറഞ്ഞു. ഷോക്കേറ്റപ്പോൾ മരണത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് കണ്ടതുപോലെയായിരുന്നു. കണ്ണു മറയുമ്പോഴും എൻ്റെ സങ്കടം മകളായിരുന്നു. അവളെ എനിക്കിനി കാണാൻ പറ്റില്ലല്ലോ എന്നതായിരുന്നു. ഞാൻ അവസാനിക്കുകയാണെന്ന് ഉറപ്പായിരുന്നു. ഹന്നമോളുടെ ഉപ്പ എന്ന രീതിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും സലീം കോടത്തൂർ പറയുന്നു. തൻ്റെ എക്കാലത്തെയും ഹിറ്റ് ഗാനം ഞാൻ കെട്ടിയ പെണ്ണിനെക്കുറിച്ചും സലീം കോടത്തൂർ സംസാരിച്ചു. ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ് പാട്ട് കേട്ടിട്ട് എന്നോട് ചിലരൊക്കെ പറയാറുണ്ട്. ഞാൻ കുറേ കാലമായി പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ് നിങ്ങൾ പാട്ടിലൂടെ പറഞ്ഞതെന്ന്. അതിനുശേഷം പല പ്രോഗ്രാമിൽ പോകുമ്പോഴും ഞാൻ പറയാറുണ്ട്. പല ഭർത്താക്കന്മാരും പറയാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ പാട്ടിലൂടെ പറഞ്ഞുവെന്ന്.